ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഷീഖ് കബാബിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് 1 കിലോ ബീഫുണ്ട്. കൊത്തി അരിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. കബാബിന് നല്ലൊരു ടേസ്റ്റിനായിട്ട് 100 ഗ്രാം ബീഫിൻ്റെ ഫാറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഫാറ്റ് താല്പര്യമില്ലാത്തവർ ലാസ്റ്റ് കുറച്ച് ബട്ടർ ആഡ് ചെയ്താലും മതി. ഇനി കൊത്തി അരിഞ്ഞ് വെച്ച ബീഫിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് 1 കിലോ ബീഫ് ഉള്ളതുകൊണ്ട് ഒന്നിച്ചിട്ട് ക്രഷ് ചെയ്യാൻ പാടാണ്. അപ്പം ഞാൻ പകുതി വെച്ചാണ് ക്രഷ് ചെയ്ത് മാറ്റുന്നത്. ഇനി ബാക്കിയുള്ള ബീഫിൻ്റെ കൂടെ ഇതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു 4 പച്ചമുളക്, സ്ലൈസ് ചെയ്തെടുത്ത് വെച്ച ഒരു സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ, കുറച്ച് മല്ലിയില, പിന്നെ നേരത്തെ എടുത്തു വെച്ച ബീഫിൻ്റെ ഫാറ്റ് എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ച് ഒന്നിച്ച് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കബാബിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ അല്ലെങ്കിൽ സാധാരണ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ബീഫ് ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും മതി. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി നമുക്ക് ഷീഖ് കബാബ് റോൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പപ്പടം കുത്തിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്ക്രൂവറോ, അതും അല്ലെങ്കിൽ തടി കൊണ്ടുള്ള തവിയുടെ പിടിയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം പതിയെ കമ്പിയിൽ നിന്നൂരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ റോൾ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഷീഖ് കബാബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം വരാനേ പാടില്ല. ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഞെക്കി വെള്ളം കളഞ്ഞതിന് ശേഷമേ ഇടാവൂ. അതുപോലെ ബീഫ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്യുകയും വേണം. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് പാനിലാണ്. നിങ്ങൾക്ക് ഓവൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഓവനിൽ വെക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് പാൻ ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം ഞാൻ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ആദ്യം ചെയ്ത പോലെ പ്ലെയിനായിട്ട് ചെയ്താലും മതി. ബീഫ് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വേവുണ്ട്. ഒരു 4 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തുറന്നു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ബീഫിൽ നിന്നും ഫാറ്റൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫാറ്റിൽ കിടന്നുകൊണ്ട് തന്നെ കബാബ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കബാബ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചാർക്കോൾ കത്തിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കബാബിന് അതിൻ്റേതായ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഷീഖ് കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ അതുപോലെ സ്റ്റാർട്ടർ ആയിട്ടോ വേണമെങ്കിൽ യൂസ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്